ഹലോ, വെൽക്കം ടു സൺസ് കിച്ചനറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മലയാളികളുടെ ഇഷ്ട വിഭവമായ പഴങ്കഞ്ഞിയാണ്. രാത്രി ബാക്കിയാവുന്ന ചോറിൽ വെള്ളമൊഴിച്ച് അമ്മ മാറ്റിവെക്കുന്നത് കാണാറുണ്ട്. ചിലപ്പോൾ കൂടുതലും ഉണ്ടായിട്ടൊന്നും ആകില്ല. അത് രാവിലെ നല്ല കട്ടത്തൈരും വീട്ടുമുറ്റത്ത് തളിർത്ത് നിൽക്കുന്ന കാന്താരിമുളകും കൂട്ടി ഞെരടി നല്ല സ്വാദോടെ കഴിക്കാനാണ്. പഴങ്കഞ്ഞിയുടെ രുചി പോലെ തന്നെയാണ് അതിന്റെ ഗുണവും. അപ്പോൾ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പഴങ്കഞ്ഞി ഉണ്ടാക്കുവാനായി തലേദിവസം രാത്രിയിൽ തന്നെ ചോറ് വെള്ളമൊഴിച്ച് മൂടിവെക്കാം. കുത്തരി ചോറാണ് പഴങ്കഞ്ഞിക്ക് ഏറ്റവും നല്ലത്. ഇതിനായിട്ടുള്ള കറികളും തലേദിവസം തന്നെ തയ്യാറാക്കുന്നുണ്ട്. അധികം കറികളുടെ ഒന്നും ആവശ്യമില്ല. കുറച്ച് തൈരും കാന്താരിമുളകും ഒരു മാങ്ങാച്ചാറും മാത്രമായാലും മതി. ഞാനിവിടെ മീൻകറിയും കപ്പക്കറിയും കൂടി തയ്യാറാക്കുന്നുണ്ട്. മീൻകറി തയ്യാറാക്കുവാനായി ചൂടായ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം ഉലുവ പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റി ഇതിലേക്ക് ചെറിയുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റുക. ഇത് വഴന്നു വരുമ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം വെള്ളത്തിൽ യോജിപ്പിച്ചതും ചേർത്ത് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുടംപുളിയും അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായി തിളപ്പിക്കാം. ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് യോജിപ്പിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ മീൻ വെന്ത് പാകമായി അതിന്റെ ചാറെല്ലാം ഒന്ന് കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞു വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്താൽ നല്ല രുചിയുള്ള മീൻകറി റെഡി. അടുത്തത് എളുപ്പത്തിൽ ഒരു മാങ്ങാച്ചാർ തയ്യാറാക്കാം. അതിനായി ചെറുതായി അരിഞ്ഞെടുത്ത മാങ്ങയിലേക്ക് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും കാന്താരിമുളകും കറിവേപ്പിലയും മുളക് പൊടിയും ഉലുവാപ്പൊടിയും കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് യോജിപ്പിക്കുക. ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുക് താളിച്ചതും വിനാഗിരി ഒന്ന് ചൂടാക്കിയതും കൂടി ചേർത്ത് യോജിപ്പിച്ചാൽ മാങ്ങ അച്ചാർ തയ്യാർ. അടുത്തത് കപ്പക്കറിയാണ്. കപ്പക്കറിയിൽ തേങ്ങ ചേർക്കുന്നതിനാൽ പിറ്റേ ദിവസം രാവിലെയാണ് ഇത് തയ്യാറാക്കുന്നത്. ആദ്യമേ ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കുക. അതിനായി തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, നല്ല ജീരകം, മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കും. ചൂടായ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി എന്നിവ ചേർത്ത് താളിച്ച് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്തൊന്ന് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അരപ്പിന്റെ പച്ചച്ചുവ മാറിയതിനു ശേഷം ചെറുതായി അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്ത കപ്പ ചേർത്ത് തവി കൊണ്ടൊന്ന് ഉടച്ച് വേവിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് അല്പം പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്താൽ നമ്മുടെ കപ്പക്കറി റെഡി. കപ്പക്കറി തയ്യാറാക്കുന്നതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നല്ല കുത്തരി ചോറിൽ വെള്ളമൊഴിച്ച് തയ്യാറാക്കിയ മനസ്സിന് കുളിർമ നൽകുന്ന നല്ല പഴങ്കഞ്ഞി അതല്പം വെള്ളത്തോടെ കോരിയെടുത്ത് ഒരു ചട്ടിയിലേക്ക് മാറ്റി അല്പം ഉപ്പ് ചേർത്തൊന്ന് ഇളക്കി ഇതിലേക്ക് കപ്പക്കറിയും തലേദിവസത്തെ മീൻകറിയും നല്ല കട്ടത്തൈരും അല്പം മാങ്ങാച്ചാറും കാന്താരിമുളകും തൈരിൽ ചേർത്ത് ഞെരടി കഴിക്കുമ്പോൾ കിട്ടുന്ന ആ സ്വാദ് അത് ലോകത്തിന്റെ എവിടെ പോയാലും അതൊരിക്കൽ കഴിക്കാൻ മനസ്സൊന്ന് കൊതിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.